ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൻ്റെ ഒരു വാൾ ഡെക്കറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. ഈ വാൾ ഡെക്കർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പിക്ചറാണ്. ഇവിടെ ഞാൻ ഒരു കണ്ണൻ്റെ പെയിൻറ്റിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചൊരു പിക്ചർ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡ്സിലൊക്കെ കിട്ടുന്ന കട്ടൗട്ട്സ് നമുക്ക് എടുക്കാം. അതും അല്ലെങ്കിൽ കണ്ണൻ്റെ ഏതെങ്കിലും നല്ല പിക്ചർ ഗൂഗിളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെടുത്ത പിക്ചർ ഉണ്ടല്ലോ, അത് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് സ്പേസ് വേണം കേട്ടോ. ആ രീതിയിൽ ഒരു സർക്കിൾ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ തന്നെ വേറൊരു സർക്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സെയിം സൈസിലുള്ള ഒരു സർക്കിളും കൂടി നമ്മൾ വരച്ച് വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ എടുത്ത സർക്കിൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ കണ്ണൻ്റെ പിക്ചർ പേസ്റ്റ് ചെയ്ത സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു 1.5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിലുള്ളൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയുള്ളൊരു സർക്കിളാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ ആദ്യത്തെ പിക്ചർ ഒട്ടിച്ചിരിക്കുന്ന സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഇത് വെക്കുമ്പോൾ ഇതുപോലൊരു ഫ്രെയിം പോലെ നമുക്ക് കിട്ടണം. ആ രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഇല്ല. കാരണം നമ്മളെടുക്കുന്ന പിക്ചർ അനുസരിച്ച് അതിൻ്റെ മെഷർമെൻറ്റിൽ വേരിയേഷൻ വരും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് സാറ്റിൻ റിബൺ ആണ്. അപ്പോൾ ഞാൻ ഈ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വിഡ്ത്തിലുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് വലിയ ടൈപ്പ് മാറ്റ്സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതുപോലെ വലിയ പാക്കിൽ വാങ്ങാൻ കിട്ടില്ല, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ, സർക്കിൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സാറ്റിൻ റിബൺ വെച്ച് കവർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ സർക്കിളിൻ്റെ തൊട്ട് താഴെയായിട്ട് മാറ്റ്സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഈ രീതിയിൽ നമുക്ക് സാറ്റിൻ റിബൺ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ താഴെ കൂടി ഇതുപോലെ സാറ്റിൻ റിബൺ ഇങ്ങനെ മാറ്റ്സ്റ്റിക്കിന് റൗണ്ട് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് മേളിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും താഴോട്ടെടുക്കുക. ഈ സാറ്റിൻ റിബൻ്റെ എൻഡ് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം നമുക്ക് ചുറ്റി പോകാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ടേപ്പിൻ്റെ എൻഡ് ഒന്ന് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ അടുത്ത മാറ്റ്സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സാറ്റിൻ റിബൺ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മാറ്റ്സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ കൂടി ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. വീണ്ടും മേളിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും താഴോട്ടെടുക്കുക. സെയിം ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ സർക്കിൾ ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വാൾ ഡെക്കർ ചെയ്യുന്നത് കാർഡ്ബോർഡിൻ്റെ സർക്കിൾ വെച്ചും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാറ്റ്സ്റ്റിക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷർ കൊടുക്കാതെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ ഈ റിബൺ ഈ ഒരു കാർഡ്ബോർഡ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഈ സർക്കിൾ ഫുള്ളായിട്ടും ഇതേ രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സർക്കിൾ ഇത്രയും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സ്പേസും കൂടി ഉണ്ട്, ഇതും കൂടി നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മാച്ച് സ്റ്റിക്കാണ്. ഇതും കൂടി ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ബാക്ക് സൈഡ് ഇതുപോലെ ആയിരിക്കും കാണാനായിട്ടുണ്ടാവുക, ഫ്രണ്ട് സൈഡ് ഇതുപോലെ ആയിരിക്കും. സാറ്റിൻ റിബൺ ആയതുകൊണ്ട് തന്നെ ചെറിയ ചുളിവൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സർക്കിൾ ഉണ്ടല്ലോ, കണ്ണൻ്റെ പിക്ചർ ഒട്ടിച്ച് വെച്ചത്, അതെടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിം വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മാച്ച് സ്റ്റിക്ക് ഇങ്ങനെ തന്നെ നമുക്ക് വിടാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ലിറ്റർ ഫോമിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അത് പഞ്ച് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചർ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള വാൾ ഡെക്കർ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു വാൾ ഡെക്കർ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. പിന്നെ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഫിഷ് വയർ അല്ലെങ്കിൽ ഫിഷ് ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അതാണ്. പിന്നെ ഇതിൻ്റെ റൗണ്ട് ഞാൻ കാർഡ്ബോർഡിന് പകരം നമ്മൾ യൂസ് ചെയ്തത് കുക്കറിൻ്റെ ഗ്യാസ്കറ്റില്ലേ ഉള്ളിലെ, അത് പഴയതിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ കേക്ക് ബേസ് ഇല്ലേ, അതാണ് ഇതിൻ്റെ സർക്കിളായിട്ട് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് കാർഡ്ബോർഡും അതുപോലെ സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ഇന്നത്തെ വാൾ ഡെക്കർ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.